സിനിമ ഷൂട്ടെല്ലാം നടക്കുന്നത്, സിനിമയും കാര്യങ്ങളുമില്ല. അച്ഛനെ വന്നിട്ട് അതിൻ്റെ ഭാരവാഹികൾ ബുക്ക് ചെയ്തു. ചെമ്മീൻ്റെ ആഘോഷമാണ് അന്ന് സാറുണ്ടാവും. അച്ഛൻ റെഡിയാണ്, അച്ഛൻ വരും. അച്ഛൻ കൂടെ പറ്റി വളർത്തിയതല്ലേ ചെമ്മീനെ. അച്ഛൻ കാത്തിരുന്നു. ആ ദിവസം എത്തി. സ്ഥലപ്പെടുത്തി ആരും വിളിച്ചില്ല. അച്ഛൻ ആ ചടങ്ങ് നടക്കുന്ന വേദിക്ക് അരികിൽ പോയി. അവിടെ സ്ഥലപ്പെടുത്തി ആരും തിരക്കിയില്ല. വമ്പൻ ജനക്കൂട്ടം. അവിടെ എല്ലാവരും ഉണ്ട്, സിനിമയിലെ എല്ലാവരും. അവിടെ നട്ടലുള്ള സത്യസന്ധനായ ഒരാളുണ്ടായിരുന്നു. അതാണ് ശ്രീ രാമു കാര്യാട്ട്. അദ്ദേഹം എണീറ്റിട്ട് ചോദിച്ചു, ഈ സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത് തിരക്കഥാ സംഭാഷണമാണ്. അതെഴുതി എസ് എൽ പുരം സദാനന്ദൻ എവിടെയെന്ന് ചോദിച്ച ഒരേ ഒരു വ്യക്തി ശ്രീ രാമു കാര്യാട്ട് സാർ. അച്ഛൻ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ തിരിച്ചു വീട്ടിൽ. ആ പരിപാടി വമ്പൻ വിജയമായിരുന്നു. തിരിച്ച് അതിൻ്റെ ഭാരവാഹികൾ അന്ന് രാത്രി തന്നെ അച്ഛൻ്റെ വീട്ടിൽ ഓടി വന്നിട്ട് പറഞ്ഞു, സാറ് ക്ഷമിക്കണം, ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ല, വിളിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന എല്ലാവരും ലോകോത്തര കലാകാരനായി, ലോകോത്തര സാഹിത്യകാരനായി പറയുന്ന തകഴി ചേട്ടനാണ് പറഞ്ഞത് അച്ഛനെ വിളിക്കരുത്. ഇത് ഞാൻ പറയുന്നതല്ല. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മനോരമയിൽ എഴുതിയിരുന്നു, തകഴി ഒരു മറുപടി തരുമെന്ന്. ഒരക്ഷരം വേണ്ടിയില്ല. എന്തുകൊണ്ടാണ്? രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകും. സൈലന്റ് ആയിട്ടെങ്കിലും എസ് എൽ പുരം ചവിട്ടി ഇറക്കപ്പെടുകയും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ കുറെ യാത്ര ചെയ്താണ്. യവനിക എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. യവനിക എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാ സംഭാഷണം എഴുതിയത് എസ് എൽ പുരമാണ്. അതിനകത്ത് KG ജോർജ് സാറിന്റെ പേരും കൂടെ തിരികെ കയറ്റി അവാർഡിന് വിട്ടു. രണ്ടുപേർക്കും അവാർഡ് ഷെയർ ചെയ്തു. സംസ്ഥാന അവാർഡാണ് ഷെയർ ചെയ്തു. ഇന്ന് KG ജോർജ് സാർ, എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ KG ജോർജ് സാറും അദ്ദേഹത്തിന്റെ കൂടെ സന്നാഹങ്ങളും കൂടി ചേർന്ന് എസ് എൽ പുരത്തിന്റെ പേരെ അങ്ങ് എടുത്ത് മാറ്റി. എസ് എൽ പുരത്തിന്റെ സംഭാഷണത്തിൽ മാത്രം ഒതുക്കി. പുസ്തകവും പബ്ലിഷ് ചെയ്തു. ഞങ്ങൾ കേസ് കൊടുത്തു. പുസ്തകം പബ്ലിഷിംഗ് നിർത്തിവെച്ചു. സിനിമയിൽ നിന്ന് ഒരാൾ പോലും എസ് എൽ പുരത്തിന് വേണ്ടി പറഞ്ഞില്ല. ഒരാൾ പോലും എസ് എൽ പുരത്തിന് വേണ്ടി വാദിക്കാനുണ്ടായില്ല. ഞാനാണ് എല്ലായിടത്തും പോയത്. സകല മീറ്റിങ്ങുകളും പലരും സ്നേഹമുള്ളവരെ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിലൊക്കെ പോയി ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞു. നാടകവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും വേണ്ടി എസ് എൽ പുരം അതിന് ചങ്കൂറ്റത്തോടെ എന്നെ വിളിച്ചിട്ട്, ജേസമ്മ ഞാൻ വന്ന് പറയാം, ഏത് കോടതിയിൽ വേണമെന്ന് പറയാം, അത് എസ് എൽ പുരത്തിന്റെ തിരക്കഥയാണ്. അത് പറഞ്ഞത് നടൻ അശോകൻ ചേട്ടനാണ്. മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. പക്ഷെ ഒരാൾ പോലും എസ് എൽ പുരത്തിന് വേണ്ടി നിന്നില്ല. ഈ പറയുന്നത് എന്റെ കുഴി ഞാൻ കുഴിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജന്മം തന്നവന് വേണ്ടി ഒരു കുഴിയിൽ ചാടാൻ എനിക്ക് യാതൊരു മടിയില്ലാത്തവരാണ്. അതുകൊണ്ട് എനിക്കറിയാം ഭയവുമില്ല. അത് യവനിക എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ വരുന്ന പ്രിന്റിൽ എസ് എൽ പുരം സദാനന്ദന്റെ പേര് സംഭാഷണം മാത്രമേ ഉള്ളൂ. റീസെൻസർ ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് റീസെൻസർ ചെയ്ത് അതിനകത്ത് എസ് എൽ പുരത്തിന്റെ പേരില്ല. ചതിയല്ലേ? ഒരു മനുഷ്യൻ രാവും പകലും ഇരുന്ന് എഴുതി ഉറക്ക വിളച്ചിരുന്ന് എഴുതിയ സാധനം നിസ്സാരമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന മഹാന്മാരെയാണോ നിങ്ങൾക്ക് വേണ്ടത്? KG ജോർജ് സാറ് മഹാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന യവനിക എനിക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് സിനിമ കുറെ ക്ലബുകളുണ്ട്, അവിടെയൊക്കെ തലതൊട്ടപ്പന്മാരായിരിക്കാം. പക്ഷെ സാധാരണക്കാരന്റെ കഥയോ ഇല്ല അവനെഴുതി അവന്റെ വിയർപ്പോ മോട്ടിച്ചിട്ടല്ല പ്രശസ്തനാകേണ്ടത്. അല്ലാതെ അവർക്കെല്ലാം അതിനുള്ള കഴിവുള്ളവരല്ലേ. എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ? ഇത് ഈ സമയത്തല്ലാതെ ഞാൻ എപ്പോ പറയും? നിങ്ങൾ പറയും. ഞാൻ ഇത്രയും ശബ്ദത്തിലും ഇത്രയും വികാരത്തിലും പറയുന്നത് ആ മനുഷ്യന്റെ വേദന ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ചെമ്മീന്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണിന് വെള്ളം ഒഴുകുന്ന ഞാൻ കണ്ടതാണ്. എൻ്റെ കുഞ്ഞുനാളിലാണ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ പറയാം. അച്ഛൻ്റെ ഈ ചെമ്മീൻ്റെ ഓരോ സ്ഥലത്തും എന്നെ വിളിക്കുമ്പോൾ ഞാൻ അച്ഛൻ എനിക്ക് തരുന്ന സമ്മാനമായിട്ടാണ് കാണുന്നത്. അച്ഛന് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ട് അച്ഛൻ തരുന്ന സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ചു. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ. കമൽ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം KSRTC ചെയർമാൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. അദ്ദേഹം എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് സ്റ്റേജിൽ വെച്ച് പറയും, യേസുമ്മ അവിടെ
പ്രശസ്തരായ എല്ലാവരുടെയും, അതായത് മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. എസ് എൽ പുരത്തിന്റെ ഇല്ല. അത് ഞാനാണോ? ഈ കഞ്ഞുകുഴി കിടക്കുന്ന കഞ്ഞുകുഴിക്കാരൻ മകനാണോ അവിടെ ഫോട്ടോ വെക്കേണ്ടത്? അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്തില്ല. മാക്ടൈൽ എല്ലാവർക്കും ഗുരുപൂജ കൊടുത്തു. മലയാള സിനിമയ്ക്ക് ആദ്യത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത എസ് എൽ പുരം സാറിന് ആരും ഗുരുപൂജയൊന്നും കൊടുത്തിട്ടില്ല. അതിനുവേണ്ടി പറയാനും അദ്ദേഹത്തിന് വേണ്ടി ആരുമില്ല. അതാണ് സിനിമയുടെ ചതിയും സിനിമയുടെ ലോകവും. ചെമ്മീൻ സിനിമയുടെ നല്ല വശങ്ങൾ പറയാൻ ഇവിടെ ഒത്തിരി പേരുണ്ട്. അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ചതിയെ കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറഞ്ഞേ മതിയാകും. ഇന്ന് ഈ ചെമ്മീന്റെ പ്രൊഡ്യൂസറെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗവൺമെന്റ് ചെയ്യേണ്ട, യഥാർത്ഥത്തിൽ ഇതൊരു ഗവൺമെന്റ് ചെയ്യേണ്ട ചടങ്ങാണ്. മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഒരു സിനിമയാണ് ചെമ്മീൻ. ആ സിനിമയുടെ 60-ാം വർഷം ആഘോഷിക്കേണ്ട ഒരു ഗവൺമെന്റാണ്. അത് ചെയ്യാതെ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ചെയ്ത ആളാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അരുൺ. അദ്ദേഹത്തെ എങ്ങനെ നാം വിചാരിക്കും? വിനോദ് തന്നെ വിളിച്ചത് പറയുമ്പോൾ അവന്റെ പ്ലാനിങ് ആണ് ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളെ വെച്ച് കൈരളി ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അദ്ദേഹം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സിനിമയുടെ ആരോഗ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിനിമയാണ് പുള്ളിയുടെ ഒരു ജീവിതം. അപ്പോ ഇത് എങ്ങനെയെങ്കിലും ഈ തവണ സർക്കാർ ഏറ്റെടുത്ത് നടത്തണം. ഈ ഒരു 60 വർഷം അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒരു വലിയ ഇതായിട്ടൊക്കെ പറഞ്ഞാൽ പോലെ ലോകം മുഴുവൻ എത്തിച്ച സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം. അതൊക്കെ ഏറിലിങ്ങനെ പോകും. എന്തെങ്കിലും ചെയ്തു വെക്കൂ. അപ്പോഴേ ഇതെല്ലാം ഓർമ്മയിലുണ്ടാകും. ആരൊക്കെ മായ്ച്ചു കളഞ്ഞാലും മായ്ച്ചു പോകാത്ത ഒന്നാണ് ചെമ്മീൻ എന്ന സിനിമ. ഇന്നും നേരത്തെ പറഞ്ഞ പോലെ മധുസാറിനെ പറയുമ്പോ കർത്തമ്മ എന്ന് പറയുമ്പോ മൊല്ലാളി എന്ന് പറഞ്ഞ് എന്റെ പൊന്നു മുതലാളി എന്ന് പറഞ്ഞ് ഷീലാമ്മയുടെ ഡയലോഗ് പറയുമ്പോ ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞത് കൊണ്ടാണ്. ആ സിനിമ മറക്കില്ല മനുഷ്യൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം. എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിനും ഞാൻ പറഞ്ഞ എന്റെ വികാര പ്രകടനങ്ങൾ കേട്ടതിനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ കേട്ടതിനും എന്നോട് ആർക്കെങ്കിലൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് 2 കൈ ഞാൻ സ്വീകരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.